എൻ്റെ പേര് രാധാകൃഷ്ണൻ. ESI കോർപ്പറേഷൻ ലേബർ മിനിസ്ട്രീൻ്റെ അണ്ടറിൽ ഉള്ള ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശ്രീ സുബ്രഹ്മണ്യയിൽ ലഭിച്ചിരിക്കുന്നത്. ഞാൻ 2022 മുതൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ബാക്ക് പെയിന്, അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അതുപോലെ തന്നെ എൻ്റെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കൈക്ക് അല്പം ഇതുണ്ടായിരുന്നു. ഇത്രയും കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് ഡോക്ടറെ കണ്ടത്. സാർ പറഞ്ഞു, ആദ്യം ഞാൻ മെഡിസിൻ ആണ് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ കുറച്ചും കൂടിയും ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റിന് ഇൻപേഷ്യൻ്റായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇവിടെ 2022 ഒരു 10 days കിടന്നു. അത് കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, വളരെ ആശ്വാസമുണ്ടായിരുന്നു. അതേ വർഷം തന്നെ എൻ്റെ വൈഫിന്, പേര് ഷീബ KK, അവർക്കും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമായിരുന്നു കൂടുതൽ. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് സാറ് പറഞ്ഞു. സാറിൻ്റെ പേര് പറയുന്നു. സാർ പറഞ്ഞു. അങ്ങനെ ആ വർഷം തന്നെ വൈഫിന് 2022 ഏകദേശം എൻ്റെ ഓർമ്മ ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. വളരെ ആശ്വാസകരമായിട്ടാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. അതിന് ശേഷം നെക്സ്റ്റ് ഇയറിൽ 2022 അപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു 3 years കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. അതുപ്രകാരം ഞാൻ 2023 ഏപ്രിലിൽ വീണ്ടും ഈ നെക്ക് പെയിന്, അതുപോലെ തന്നെ ബാക്ക് പെയിന്, ഇത്രയും കംപ്ലയിൻസിൻ്റെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് ഇറക്കി ഒരു 2023 ഏപ്രിലിൽ ഇവിടെ അഡ്മിറ്റ് ആവുകയും, അതുപോലെ തന്നെ ഏകദേശം ഒരു 10 days ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും 10 or 12 ഓർമ്മയില്ല, അത് എടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് ടൈം അന്ന് ആ സമയത്തും പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നെക്സ്റ്റ് ഇയറും അതേ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. അതിന് പ്രകാരം ഞാൻ 2024 ഏപ്രിലിൽ ഇവിടെ മെയ് മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. 14 days അഭിയംഗമം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. വളരെ ആശ്വാസമായിട്ടാണ് ഞാൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ വൈഫ് ഷീബയ്ക്കൊക്കെ, അവർക്കും ഈ സർവിക്കൽ ഈ ഷുഗർ, കൊളസ്ട്രോളിനെ കൊണ്ട് ഈ ശരീരത്ത് ഡ്രൈനെസ്, പിന്നെ ഈ മുള്ളു തട്ടുന്ന പോലുള്ളൊരു വേദന, അതിനൊക്കെ നല്ല ആശ്വാസമുണ്ട് ഇവിടെ വന്നപ്പോൾ. 14 days ട്രീറ്റ്മെൻറ്റാണ് വൈഫ് എടുത്തിരിക്കുന്നത്. വളരെ ആശ്വാസകരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റിയും വളരെ മികച്ചതാണ്. ഒന്നിനെ പറ്റിയും നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ തന്നെ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവാണ്. എന്തു പറഞ്ഞാലും ഏത് കാര്യത്തിനും അവർ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പിന്നെ കംപ്ലൈൻറ്റ് എന്ന് തന്നെ പറയാം, ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളതാക്കി പറയാം. ഫുഡിൽ ചില പിന്നെ ഒന്ന് മാറ്റം വരുത്തണം. കുറച്ചും കൂടി ഒന്ന് പണ്ട് 2022 വന്ന ടേസ്റ്റ് ഇപ്പം 2024 ഫുഡിൽ കാണുന്നില്ല. അത് പറഞ്ഞാൽ ഒരു സെയിം പാറ്റേൺ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ശരിയില്ല. ഇപ്പം നമ്മളിപ്പം ചപ്പാത്തിക്ക് കായ്ക്കറി എന്ന് പറയുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, അതൊരു കോമ്പിനേഷൻ അല്ലാതെ. അതിപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ഫുഡിൻ്റെ ആൾ. അപ്പോൾ നമ്മൾ ആ കോമ്പിനേഷൻ ശരിയാവാത്ത ഒരു പ്രശ്നമുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നന്നായിട്ട് ക്യാൻറ്റീൻ സ്റ്റാഫൊക്കെ വളരെ നമുക്ക് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്.
ഇൻസ്റ്റിറ്റ്യൂഷൻ ഉത്തരവാദിത്വം അഭിവൃദ്ധി പ്രവഹിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം